ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങൾ ഇതിനു മുമ്പ് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴിതാ കോടതി തന്നെ സംശയിക്കുകയാണ്, ശബരിമലയിൽ നടന്നത് രാജ്യാന്തര വിഗ്രഹ കടത്തോ? മുതൽ 2025 വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. പുതിയ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഇടപാടുകളിലും സംശയമുന്നയിച്ചുകൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണ് എന്ന സംശയവും കോടതി പങ്കുവച്ചു. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയ്ക്കും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകി. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉള്ളത് യഥാർത്ഥ വാതിൽപ്പാളി തന്നെയാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹൈക്കോടതി നടത്തുന്നത്. അതായത് നിലവിലെ ഭരണസമിതിക്കെതിരായ കണ്ടെത്തലുകൾ കൂടി ഇതിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇതുവരെ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ കോടതി നടത്തിയതിൽ ഏറ്റവും ഗുരുതരമായ ചില നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഇന്ന് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഇടക്കാല ഉത്തരവിലൂടെ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ 2025 ഇപ്പോഴുള്ള ഭരണസമിതിക്കെതിരെയും PS പ്രശാന്തിനെതിരെയും നൽകുന്ന നിലപാടെടുത്തിരിക്കുന്ന ചില ആരോപണങ്ങൾ കൂടി ഇതിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രമക്കേട് നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൂടുതൽ സ്വർണ്ണമുണ്ട് എന്ന ബോധ്യം ഉണ്ടായിരുന്നിട്ടും ഇത് പാളി കൊടുത്തു വിടാൻ വീണ്ടും ഇപ്പോഴത്തെ ഭരണസമിതി അതിന് ഇടപെട്ടു. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് വേണ്ടത്ര സമയം ഉണ്ടായിരുന്നിട്ട് കൂടിയും കഴിഞ്ഞ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഒരു അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇത് കൊടുത്തുവിട്ടു. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയുമില്ല. ഇക്കാര്യത്തിൽ ഗുരുതരമായ പിഴവ് പറ്റി എന്നതാണ് നിലവിലെ ഭരണസമിതിക്കെതിരായ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളുമായി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് പ്രത്യേകം പരാമർശിക്കേണ്ടി വരുന്നത് നിലവിലെ ഭരണസമിതിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ PS പ്രശാന്തിനെതിരെ നേരത്തെ ഈ വിജിലൻസ് റിപ്പോർട്ടിലടക്കമുള്ള ചില പരാമർശങ്ങൾ നീക്കിക്കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഭരണസമിതിയെ തന്നെ പരാമർശിക്കുന്ന കോടതിയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം കോടതിയുടെ ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, 2018 മുതൽ 2025 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നടത്തിയ ഇടപാടുകൾ പൂർണ്ണമായും അന്വേഷിക്കണമെന്ന് SITയോട് കോടതി ആവശ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കണം, പരിശോധിക്കണം എന്ന കാര്യം കൂടി കോടതി ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ്. അതായത് കൂടുതൽ കാലയളവിനെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ന് കോടതി നടത്തിയ ഒരു നിരീക്ഷണമാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘവുമായി ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. പ്രത്യേകിച്ച് ഈ പുരാവസ്തുക്കൾ വിദേശങ്ങളിലേക്ക് കടത്തുന്ന സംഘവുമായി ഇതിൽ പങ്കുണ്ടോ? സുഭാഷ് കപൂർ സമാന കാലങ്ങളിൽ നടത്തിയിരുന്ന കുപ്രസിദ്ധനായ സുഭാഷ് കപൂർ നടത്തിയ തട്ടിപ്പുകളോട് സമാനമായ ചില സൂചനകൾ ഈ തട്ടിപ്പിലുണ്ട് എന്ന നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരണം എന്ന സാഹചര്യമുണ്ട്. കോടതി നടത്തിയ നിരീക്ഷണം അതിപ്രധാനമാണ്. കാരണം ശബരിമലയിലെ സ്വർണം വിദേശത്തേക്ക് കടത്തപ്പെട്ടോ എന്ന സംശയം കൂടിയാണ് കോടതി പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ നടത്തിയ ഒരു അഭ്യർത്ഥനയാണ്. അതായത് കൂടുതൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യം കണ്ടെത്തുന്നതിന് കൂടുതൽ ശക്തമായ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. അതിന് അനുമതി തേടിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. കോടതി ഈ അനുമതി നൽകിയിട്ടുണ്ട്. ഈ വരുന്ന 14 മുമ്പ്, അതായത് സീസൺ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണം, പരിശോധന പൂർത്തിയാക്കണം. ഇതിന് സമഗ്രമായ പരിശോധന അവിടെ ആവശ്യമാണ്. ഓരോ ചടങ്ങുകളിലെയും ശാസ്ത്രീയ പരിശോധന നടക്കണം, അതിൻ്റെ അളവെടുക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തട്ടിച്ചു നോക്കിക്കൊണ്ട് എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നതിന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, നിലവിൽ ഈ സ്ട്രോങ് റൂമിലുള്ള വാതിൽപ്പാളി അത് ഒറിജിനൽ തന്നെയാണോ എന്നൊരു സംശയം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തിരികെ കൊണ്ടുവന്നത് ഒറിജിനൽ പാളി തന്നെയാണോ എന്ന സംശയവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യവും അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നതാണ് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം. നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തോട്, അന്വേഷണത്തിൻ്റെ സാഹചര്യങ്ങളോടൊക്കെ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. അതേസമയം ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടാവുന്നു. ശബരിമല മിനിറ്റ്സുകൾ സൂക്ഷിക്കുന്നതിലടക്കം വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. ഇതിനകം 2 റിപ്പോർട്ടുകളാണ് കോടതിക്ക് മുന്നിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന മുറയ്ക്ക് കൂടുതൽ കടുത്ത
നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഉത്തരവിന്റെ ഭാഗമായി പുറത്തു വരാനാണ് സാധ്യത. യെസ്, 2018 മുതലുള്ള 25 വരെയുള്ള ഇടപാടുകളും പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് ഈ ഭരണസമിതിയെ കൂടി വെട്ടിലാക്കുന്ന തരത്തിൽ ഉള്ള നിരീക്ഷണവും നിർദ്ദേശവുമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കോടതി വിലയിരുത്തുമ്പോൾ ഈ സ്വർണ്ണമോഷണ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുകയുണ്ടായി. നേരത്തെ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ ഹൈക്കോടതി പരാമർശങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം. പ്രത്യേക അന്വേഷണ സംഘം നന്നായി കേസ് അന്വേഷിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നത് സന്തോഷകരം ആണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കൂടുതൽ പറയാമെന്നും മന്ത്രി പ്രതികരിച്ചു. ശരിയായ രൂപത്തിൽ അന്വേഷണം നടക്കുന്ന ഏറ്റവും സന്തോഷകരമല്ല, അത് നമ്മൾ ആഗ്രഹിച്ചത്. എന്താണെന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറയാം. അല്ലാതെ ഞാൻ കണ്ടില്ല. ഞങ്ങൾ പ്രത്യേക മീറ്റിംഗിലായിരുന്നു. കോടതി എന്താ പറഞ്ഞൊന്നും കേട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കണ്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT സന്തോഷപ്പെടുത്താൻ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു, കോടതി അതിനെ അംഗീകരിച്ചു, ഹൈക്കോടതിയിൽ മേൽനോട്ടം നടക്കുന്നു. മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കും. ഞാൻ നേരത്തെ തൊട്ട് അന്നും ഇന്നും ഒരുപോലെ പറയുന്നു, ആരായിരുന്നില്ല XOR Y എന്നാണ് ഞാൻ പറഞ്ഞത്. ആരായിരുന്നാലും SITയുടെ അന്വേഷണം ഭംഗിയായി നടക്കുന്നു, കോടതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷിച്ച് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായ കാര്യമെല്ലാം അറിയാമല്ലോ. അതിനുവേണ്ടി അന്വേഷണം നിശ്ചയമായിട്ടും അതെന്താന്ന് കാണട്ടെ. അതെന്താ പറയാൻ പറ്റില്ല. അന്വേഷിച്ചേ ദേവസ്വം ബോർഡിനെതിരെ കോടതിക്ക് പറയട്ടെ. ഇപ്പൊ കോടതി ഏതായിരുന്നാലും അന്തിമമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ഒരു വിധിയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി പരിശോധിച്ചതിന് ശേഷം കോടതി പറയില്ല. അന്നേരം നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ നിലപാട് ഘടിപ്പിക്കുകയാണ്. N വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും CPIM നേതാക്കളും കുടുങ്ങും. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ പ്രതിപക്ഷം അനുവദിക്കില്ല എന്നും സതീശൻ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഒപ്പിടരുത് എന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ലജ്ജാകരമായ അഴിമതികളും വെട്ടിപ്പുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പല നടപടികളും സംശയാസ്പദമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു.